എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി 5ാമത്തെ യൂണിറ്റ് കാലം ദർശിച്ച രസാനുഭൂതികൾ. ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. 5ാമത്തെ യൂണിറ്റ് കാലം ദർശിച്ച രസാനുഭൂതികൾ. ഈ യൂണിറ്റിലെ 3ാമത്തെ പാഠം ഒരു കവിതയാണ്. കവിതയുടെ പേര് പെരുന്തച്ചൻ. കവിതയുടെ പേര് പെരുന്തച്ചൻ. ഈ കവിത എടുത്തിരിക്കുന്നത് ജിയുടെ തിരഞ്ഞെടുത്ത കവിതകൾ. ജിയുടെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന സമാഹാരത്തിൽ നിന്നാണ്. എഴുതിയത് ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ജിയുടെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ള പെരുന്തച്ചൻ എന്ന കവിത എടുത്തിരിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ ദാർശനിക കവി, ഉപന്യാസകാരൻ, ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ പരിശോധിക്കാം. എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന ഗ്രാമത്തിൽ 1901 ജൂൺ 3 അദ്ദേഹം ജനിക്കുന്നത്. 1901 അദ്ദേഹത്തിൻ്റെ ജനനം. ലക്ഷ്മിക്കുട്ടി വാരസ്യാരും ശങ്കരഭാര്യരുമാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. 3 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് ജിയെ എഴുത്തിനിരുത്തുന്നത്. തുടർന്ന് സംസ്കൃതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ മുതൽ രഘുവംശത്തിലെ ഏതാനും പദ്യങ്ങൾ വരെ അദ്ദേഹം പഠിപ്പിച്ചു. തുടർന്ന് പെരുമ്പാവൂരിനടുത്തുള്ള മലയാളം സ്കൂളിൽ ചേർന്ന് അദ്ദേഹം 7ാം ക്ലാസ് പാസ്സായി. അക്കാലത്ത് 7ാം ക്ലാസ് പാസ്സാകുന്നതോടെ പ്രൈമറി വിദ്യാലയത്തിൽ അധ്യാപകനാകാനുള്ള യോഗ്യതയാണ്. എങ്കിലും അദ്ദേഹം മൂവാറ്റുപുഴയിലുള്ള വെർണാക്കുലർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നു. തുടർന്ന് വിദ്വാൻ പരീക്ഷയും പണ്ഡിത പരീക്ഷയും പാസ്സായി. 17ാമത്തെ വയസ്സിൽ സ്കൂൾ ഹെഡ് മാസ്റ്ററായി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് നിരവധി സ്കൂളുകളിൽ അധ്യാപകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1937 മഹാരാജാസ് കോളേജിൽ, എറണാകുളം ജില്ലയിലെ മഹാരാജാസ് കോളേജിൽ അദ്ദേഹം അധ്യാപകനായി. 1956 പ്രൊഫസറായി വിരമിക്കുകയും ചെയ്തു. കവിത്രയത്തിൻ്റെ പ്രഭാവം ഇന്നലകളുടേതാക്കി തീർത്തുകൊണ്ട് മലയാള സാഹിത്യത്തിന് പുതിയൊരു അധ്യായം എഴുതിത്തീർത്ത കവികളിൽ പ്രമുഖനാണ് ജി ശങ്കരക്കുറുപ്പ്. എങ്കിലും വള്ളത്തോളിൻ്റെയും കുമാരനാശാൻ്റെയും ഉള്ളൂരിൻ്റെയും ഒക്കെ കവിതകൾ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ജി വ്യക്തമാക്കുന്നുണ്ട്. റൊമാൻറ്റിക് ഭാവുകത്വവും മാർക്സിയൻ സാഹിത്യ ദർശനവും ഒരുപോലെ മലയാള സാഹിത്യത്തെ സ്വാധീനിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം തൻ്റെ കാവ്യസപര്യ ആരംഭിക്കുന്നത്. കുട്ടിക്കാലത്ത് കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടാനോ വെളിയിൽ പോയി കളിക്കാനോ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ വന്നു ചേർന്ന ഏകാന്തത പ്രകൃതിയുമായി സല്ലപിക്കാൻ ആ ബാലനെ സഹായിച്ചു. അദ്ദേഹത്തെ മിസ്റ്റിക് കവി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ജി ശങ്കരക്കുറുപ്പിനെ മിസ്റ്റിക് കവി എന്നും പറയാറുണ്ട്. മിസ്റ്റിക് കവി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഒരുപക്ഷെ പ്രകൃത്യോപാസനയിലൂടെ അനുക്രമം വികസിച്ചു വന്നതായിരിക്കണം അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണുന്ന യോഗാത്മക ഭാവം. പ്രകൃതിയുടെ സൗന്ദര്യവും വിശ്വത്തിൻ്റെ അമേയതയും ഉണർത്തുന്ന അത്ഭുതം, ആജ്ഞേയ വിശ്വശക്തിയോടുള്ള ആരാധന, ജീവിതത്തെ ആർദ്രവും സുരഭിലവുമാക്കുന്ന പ്രേമവാത്സല്യങ്ങൾ, സ്വാതന്ത്ര്യ തൃഷ്ണ എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകളിൽ കണ്ടിരുന്ന ഭാവം പിന്നീട് ജീവിതരതിയിലേക്കും ആസ്തിക്യ ബോധത്തിലേക്കും നീങ്ങുന്നതായി കാണാം. മഹാകവി ടാഗോറിൻ്റെ കവിതകൾ ജി ശങ്കരക്കുറുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ടാഗോറിൻ്റെ കവിതകളിലെ സവിശേഷതകൾ ജിയുടെ സവിശേഷതകൾ കൂടിയാണ് എന്ന് ചില നിരൂപകർ പറയുന്നുണ്ട്. ജി ശങ്കരക്കുറുപ്പിന് നേരെ ഉയർന്നു വന്ന ഏറ്റവും വലിയ വിമർശനം സുകുമാർ അഴീക്കോടിൻ്റേതാണ്. സുകുമാർ അഴീക്കോട് രചിച്ച ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന ഗ്രന്ഥനാമം തന്നെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തെ വ്യക്തമാക്കുന്നുണ്ട്. സുകുമാർ അഴീക്കോടിൻ്റെ ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന കൃതി എഴുതിയത് സുകുമാർ അഴീക്കോടാണ്.
ജി ശങ്കരക്കുറുപ്പിന് നേരെയുള്ള വിമർശനമായിട്ടാണ് ഈ ഗ്രന്ഥം കണക്കാക്കുന്നത്. 4-ാമത്തെ വയസ്സ് മുതൽ ജി ശങ്കരക്കുറുപ്പ് കവിതകൾ എഴുതി തുടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. 1923 ജിയുടെ ആദ്യത്തെ കവിതാ സമാഹാരമായ സാഹിത്യ കൗതുകം പുറത്തിറങ്ങുന്നത്. 1923 പുറത്തിറങ്ങിയ സാഹിത്യ കൗതുകം 1923 ഈ കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണിത്. 1917 മുതൽ 1922 വരെയുള്ള കവിതകളാണ് ഈ ഗ്രന്ഥത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ 2-ാമത്തെ ഭാഗം 1925 3-ാമത്തെ ഭാഗം 1927 4-ാമത്തെ ഭാഗം 1930 പുറത്തിറങ്ങി. കൈനിക്കര കുമാരപിള്ളയുടെ അവതാരികയോടുകൂടി 1946 പുറത്തിറങ്ങിയ സൂര്യകാന്തി എന്ന കൃതിയും ജിയെ ഏറെ പ്രശസ്തനാക്കി. സൂര്യകാന്തി എന്ന കൃതി കൈനിക്കര കുമാരപിള്ളയാണ് ഈ ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയത്. 1946 ഈ കൃതി പുറത്തിറങ്ങുന്നത്. കവി എന്ന നിലയിൽ അദ്ദേഹത്തെ ഏറ്റവും ശ്രദ്ധേയനാക്കിയ ഒരു കൃതിയായി സൂര്യകാന്തി കണക്കാക്കപ്പെടുന്നു. 1977 ജൂൺ 22 മനോരാജ്യം വാരികയിൽ പ്രസിദ്ധീകരിച്ച അന്തിവെൺമുകിലാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ അവസാനത്തെ കവിത. അന്തിവെൺമുകിൽ അന്തിവെൺമുകിലാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കവിതയായി കണക്കാക്കപ്പെടുന്നത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ കാവ്യജീവിതത്തിലെ നാഴികക്കല്ലുകൾ എന്ന് തന്നെ പറയാവുന്ന ഈ കൃതികൾ ഒന്നുകൂടി പരിശോധിക്കാം. 1923 അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം സാഹിത്യ കൗതുകം പുറത്തിറങ്ങുന്നത്. തുടർന്ന് 4 ഭാഗങ്ങൾ പല കാലങ്ങളിലായി പുറത്തിറങ്ങുകയുണ്ടായി. കൈനിക്കര കുമാരപിള്ള അവതാരിക എഴുതിയിരിക്കുന്ന സൂര്യകാന്തിയാണ് മറ്റൊരു കൃതി. 1946 ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. 1977 പുറത്തിറങ്ങിയ അന്തിവെൺമുകിൽ എന്ന കവിതയാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കവിത. ജി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന കൃതി രചിച്ചിരിക്കുന്നത് സുകുമാർ അഴീക്കോടാണ്. ജി ശങ്കരക്കുറുപ്പിനെതിരെയുള്ള വിമർശനമാണ് ഈ കൃതിയുടെ ഉള്ളടക്കം. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, രാജ്യസഭാംഗം എന്നീ നിലകളിലും ജി ശങ്കരക്കുറുപ്പ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മലയാള ഭാഷയെയും സാഹിത്യത്തെയും ധന്യമാക്കിയ ആ മഹൽ ജീവിതം 1978 ഫെബ്രുവരി 2 അവസാനിച്ചു. 1978 അദ്ദേഹം അന്തരിക്കുന്നത്. ഇത്രയുമാണ് ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ചുള്ള ജീവിതരേഖ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും പരിശോധിക്കാം. ജി ശങ്കരക്കുറുപ്പിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളുമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആദ്യം കൃതികൾ വായിക്കാം. സാഹിത്യ കൗതുകം, സൂര്യകാന്തി, ഓടക്കുഴൽ, വിശ്വദർശനം, പെരുന്തച്ചൻ, ചന്ദനക്കട്ടിൽ, മൂന്നരുവിയും ഒരു പുഴയും, ജീവനസംഗീതം, ഓർമ്മയുടെ ഓളങ്ങളിൽ, മേഘഛായ, ഗീതാഞ്ജലി, വിലാസലഹരി, ഓലപ്പീപ്പി, ഇളം ചുണ്ടുകൾ, വാർമഴവില്ലേ, കാറ്റേവ കടലേവ. സാഹിത്യ കൗതുകം എന്ന കവിതാ സമാഹാരം 1923 പുറത്തിറങ്ങുന്നത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണിത്. 1917 മുതൽ 1922 വരെയുള്ള കവിതകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ 2-ാം ഭാഗം 1925 3-ാം ഭാഗം 1927 4-ാം ഭാഗം 1930 പുറത്തിറങ്ങി. ജി ശങ്കരക്കുറുപ്പിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു കൃതിയാണ് സൂര്യകാന്തി. കൈനിക്കര കുമാരപിള്ളയുടെ അവതാരികയോടെ 1946 ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പ്രശസ്തമായ കവിതാ സമാഹാരമാണ് ഓടക്കുഴൽ. 1965 ഈ കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ തെരഞ്ഞെടുത്ത 60 കവിതകളുടെ സമാഹാരമാണ് ഈ കൃതി. അടുത്ത കൃതി വിശ്വദർശനം. ഈ കൃതിയും കവിതാ സമാഹാരമാണ്.
1961 കവിതാ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ഈ കൃതിക്ക് ലഭിക്കുകയുണ്ടായി. ജിയുടെ ശ്രദ്ധേയമായ കഥാകവിതയാണ് പെരുന്തച്ചൻ. ആവിഷ്കാരത്തിൻ്റെ പുതുമ കൊണ്ട് ശ്രദ്ധേയമായ കവിതയാണ് ഇത്. കേരളീയ സമൂഹ മനസ്സിൽ അരക്കിട്ടുറപ്പിച്ച പുരാവൃത്തമാണ് പെരുന്തച്ചൻ്റെ കഥ. ശില്പകലയിൽ അച്ഛനേക്കാൾ സാമർഥ്യം കാട്ടിയ മകനെ അസൂയമൂത്ത പെരുന്തച്ചൻ ഉളിവീഴ്ത്തിക്കൊന്നു എന്നാണ് പുരാവൃത്തം. പ്രസ്തുത പുരാവൃത്തത്തിന് പുതിയൊരു വ്യാഖ്യാനം തീർക്കുകയാണ് പെരുന്തച്ചൻ എന്ന കവിതയിൽ കവി. നിഷ്ക്രിയനും നിരാലംബനും സർവോപരി സമൂഹത്തിൻ്റെ പരിഹാസപാത്രവുമായി മാറിയ ഒരു പടുവൃദ്ധൻ്റെ ആത്മസംഘർഷങ്ങൾ നിറഞ്ഞതാണ് പ്രസ്തുത കവിത. പെരുന്തച്ചൻ്റെ പുത്രവാത്സല്യം, നഷ്ടബോധം, തൊഴിലിനോടുള്ള പ്രീതി, മരത്തടിയോടുള്ള അടങ്ങാത്ത കമ്പം, തൊഴിൽ ചെയ്യാനുള്ള വെമ്പൽ എല്ലാം കവിതയിൽ നിറയുന്നുണ്ട്. ഉന്നതിയിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് പതിക്കുന്ന മനുഷ്യൻ്റെ ദുരവസ്ഥയും ദുരിതപൂർണമായ ജീവിത സായാഹ്നത്തിൽ മക്കളുടെ അസാന്നിധ്യം തീർക്കുന്ന വർത്തമാന വാർദ്ധക്യ പ്രശ്നങ്ങളും ജിയുടെ പെരുന്തച്ചനിൽ വായിച്ചെടുക്കാം. നാടകീയമായ സ്വഗതാഖ്യാനത്തിന് ഡ്രമാറ്റിക്കൽ മോണോലോഗ് നല്ലൊരു ഉദാഹരണമാണ് ജിയുടെ പെരുന്തച്ചൻ. ഈ വിഭാഗത്തിലെ ഏറ്റവും മികച്ച കവിതയാണ് ഇത്. ചന്ദനക്കട്ടിൽ 1961 പ്രസിദ്ധീകരിച്ച പാഥേയം എന്ന കവിതാ സമാഹാരത്തിലാണ് ചന്ദനക്കട്ടിൽ എന്ന ആഖ്യാന കാവ്യമുള്ളത്. അധികാരം, വിധേയത്വം, പ്രകൃതി, ദയാവായ്പ്, പ്രണയം, ജന്തുസ്നേഹം എന്നിങ്ങനെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ രാഷ്ട്രീയ ഭാവവിചാര തലങ്ങൾ ഈ കഥാകാവ്യത്തിൽ അന്തർലീനമായിട്ടുണ്ട്. 1963 പുറത്തിറങ്ങിയ കൃതിയാണ് മൂന്നരുവിയും ഒരു പുഴയും. 1964 പുറത്തിറങ്ങിയ ജീവനസംഗീതം എന്ന കൃതിയും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ്. മേഘഛായ, ഗീതാഞ്ജലി, വിലാസലഹരി എന്നിവ വിവർത്തനങ്ങളാണ്. മേഘഛായ കാളിദാസൻ്റെ മേഘദൂതിൻ്റെ വിവർത്തനമാണ്. ഗീതാഞ്ജലി ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ വിവർത്തനവും. വിലാസലഹരി 1931 പുറത്തിറങ്ങുന്നത്. ഒമർ ഖയാമിൻ്റെ റുബായിയത്തിൻ്റെ വിവർത്തനമാണിത്. ഓലപ്പീപ്പി, ഇളം ചുണ്ടുകൾ, വാർമഴവില്ലേ, കാറ്റേവ, കടലേവ എന്നിവ ബാലകവിതാ സമാഹാരങ്ങളാണ്. ഇവ കൂടാതെ ഗദ്യോപഹാരം, മുത്തും ചിപ്പിയും എന്നീ ഉപന്യാസങ്ങളും ടിപ്പു, ഹൈദരാലി എന്നീ പേരിലുള്ള ജീവചരിത്രങ്ങളും ജി ശങ്കരക്കുറുപ്പ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളിൽ എടുത്തു പറയേണ്ടത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. 1965 ഈ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. വിശ്വദർശനം എന്ന കൃതിക്കാണ് 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ഈ കൃതിക്ക് തന്നെ 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. 1967 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. 1968 രാഷ്ട്രം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. ഇത്രയുമാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും അദ്ദേഹത്തിനു ലഭിച്ചിരിക്കുന്ന പുരസ്കാരങ്ങളും. സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ, സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം, സ്നേഹം മേ പരം സൗഖ്യം, സ്നേഹഭംഗമേ ദുഃഖം, സ്നേഹം മേ ദിക്കാലാതിവർത്തിയായി ജ്വലിച്ചാവൂ. ജി ശങ്കരക്കുറുപ്പിൻ്റെ സൂര്യകാന്തിയിലെ വരികളാണിത്. ജി ശങ്കരക്കുറുപ്പിനെ അമരനാക്കാൻ ഒരു പുസ്തകത്തിൻ്റെ പേര് പോലും വേണമെന്നില്ല. ഏതാനും ചില വരികൾ അനശ്വരമായാൽ മാത്രം മതിയാകും. അദ്ദേഹത്തിൻ്റെ കാവ്യശൈലി അഭിനവമായി തന്നെ നമുക്ക് അനുഭവപ്പെടുന്നു. അതിൽ ഭൂതകാല സ്മരണകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കവിയുടെ വ്യക്തിത്വം ഓരോ പദത്തിലും ഓളം തുളുമ്പി നിൽക്കുന്നതുകൊണ്ട് നാം കാവ്യപാരായണത്തിൽ ശങ്കരക്കുറുപ്പിനെ പ്രതിപദം പ്രത്യക്ഷരം ഓർമ്മിക്കുന്നു. വികാരോദീപകത്വത്തിൻ്റെ അനുഭവവും പരിപൂർണതയുടെ ബോധവും ജനിപ്പിക്കുന്ന കാവ്യശൈലി മലയാള ഭാഷയിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ് മഹാകവി ജി ശങ്കരക്കുറുപ്പല്ലാതെ മറ്റാരുമല്ല. മലയാള സാഹിത്യ തറവാട്ടിലേക്ക് ആദ്യ ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ മഹിമ ചാർത്തിത്തന്ന ജി ശങ്കരക്കുറുപ്പിൻ്റെ ജീവിതരേഖ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ, അവയുടെ സവിശേഷതകൾ, അദ്ദേഹത്തിനു ലഭിച്ച പുരസ്കാരങ്ങൾ എന്നിവയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്തത്.
എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.